എന്താണ് ഹോമിയോപ്പതി? ഗൂഗിൾ ചെയ്താൽ പോലും കാണിക്കുന്നത് ഇറ്റ്സ് എ സ്യൂഡോ സയൻസ് എന്നാണ്. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. 1976 അലോപ്പതിക് ഡോക്ടറായ ഡോക്ടർ സാമുവൽ ഹനിമാനാണ് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ്. ആ ഒരു കാലഘട്ടത്തിൽ മോഡേൺ മെഡിസിൻ ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. ചികിത്സകളൊക്കെ പ്രാകൃതമായിരുന്നു. അതിലൊക്കെ മനം മടുത്ത് അദ്ദേഹം തൻ്റെ അലോപ്പതിക് പ്രാക്ടീസ് ഉപേക്ഷിക്കുകയും പുസ്തകം തർജിമ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ പുസ്തകം തർജിമ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സിങ്കോണ എന്ന ചെടിയെ പറ്റിയുള്ള പരാമർശം അദ്ദേഹത്തിൽ ചില സംശയങ്ങൾ ഉളവാക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം ഈ ചെടി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ സത്ത് കുടിക്കുകയുണ്ടായി. ശേഷം അദ്ദേഹത്തിന് കലശലായ പനിയും വിറയലും രൂപപ്പെട്ടു. ആ ഒരു ഇൻസിഡൻസിൽ നിന്നാണ് ഈ ഒരു ഹോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അതായത് പനിയും വിറയലും ഈ ചെടി കഴിച്ചത് മൂലം ഉണ്ടായതിനെ തുടർന്ന് ആ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്ന മലേറിയ പോലുള്ള അസുഖത്തിന് ഈ ചെടി മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന കണ്ടെത്തലാണ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയത്. അതിനെ തുടർന്ന് പല മരുന്നുകളും അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളും ഫാമിലിയിലും പരീക്ഷിച്ചിട്ട് അനേക വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതി രൂപപ്പെട്ടത്. എല്ലാ മരുന്നുകളും ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിലാണ് പരീക്ഷിച്ചിട്ടുള്ളത്. ഈ പരീക്ഷിച്ച മരുന്നുകളുടെയൊക്കെ ലക്ഷണങ്ങൾ എഴുതി വച്ച ബുക്കാണ് മെറ്റീരിയ മെഡിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹോമിയോപ്പതിയിൽ ഏകദേശം 3000 മുതൽ 4000 വരെ മെഡിസിൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ നമ്മൾ എത്രത്തോളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഏകദേശം ഒരു 600-700 ഒക്കെ മെഡിസിൻസ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു ഏരിയ തന്നെയാണല്ലേ. ഹോമിയോപ്പതിയിലെ എല്ലാ അസുഖത്തിനും ഒരേ ഗുളികയാണ് കൊടുക്കുന്നത് അല്ലേ. ഈ ഒരു ഗുളിക അതിൻ്റെ ഒരു മാധ്യമം മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലൊഴിക്കുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്.